ഇന്നത്തെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞൊന്ന് മയങ്ങി എണീറ്റ് ഇപ്പൊ ഭയങ്കര മൂഡ് ഓഫ് ആണ്. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതായി ബൈക്ക് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ധീരവിനെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ധീരവിന് ബൈക്കിൽ ഇരുന്നുകൊണ്ട് പറക്കണോന്ന് പറഞ്ഞത്. ഞാൻ പറക്കാനുള്ള ഐഡിയ ഒക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ 3 പേര് ഹെൽമെറ്റ് എടുത്തിട്ടില്ലായിരുന്നു. പണി കിട്ടിയാലോ, എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം, ഒരു റിഫ്രഷ്മെന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചതേ ചായക്കടയിലേക്ക് വിട്ടു. ഇവിടെയാണ് ധീരവിന്റെ 1-2 ഫ്രണ്ട്സിന്റെ വീട്. അപ്പൊ അവിടെയൊക്കെ പാസ് ചെയ്തപ്പോൾ ധീരവ് ഒന്ന് നോക്കി, ഇതേ നമ്മുടെ കട എത്തിയിട്ടുണ്ട്. ഒരു ബൂസ്റ്റും 2 ചായയും ഓർഡർ ചെയ്തതിന് ശേഷം എണ്ണക്കടികളും എടുക്കുന്നുണ്ട്. ഈ ഐറ്റംസിൽ ധീരവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ പഴംപൊരിയാണ് കേട്ടോ. ഫസ്റ്റ് അത് തന്നെയാണ് ദേ എടുത്തിട്ട് വരുന്നതും. കൈ തന്നിട്ടാണ് പറയുന്നത്, നല്ല ചൂടാണ് ഇനി. തിളച്ച എണ്ണയിൽ നിന്ന് അപ്പ കോരിയെടുത്തതാണ്. ഭയങ്കര എണ്ണയുമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഊതിയാറ്റിയൊക്കെ അവന് കൊടുത്തു. അങ്ങനെ പരിപ്പ് വട വന്നു, ഉള്ളിവട വന്നു, പഴംപൊരി വന്നു, മുട്ടബജി വന്നു. അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഗുപ്തന് ചായ ഊതിയാറ്റി കുടിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന പോലെ ധീരവും ഊതിയാറ്റിയൊക്കെ തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു. കാരണം ചൂടുള്ള സാധനമൊന്നും അങ്ങനെ അവൻ കുടിക്കത്തില്ലായിരുന്നു. പിന്നെ സ്നാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ചൂടോടെ കഴിക്കാം. ഒരു 4 മണി ടൈമിൽ വരുമ്പോൾ എല്ലാം ഇവിടെ ഭയങ്കര ലൈവ് ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ബൂസ്റ്റ് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പൊ അവന്റെ ബൂസ്റ്റ് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തതും ബൂസ്റ്റ് ആണെന്ന് കരുതി അവൻ എന്റെ ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു, നാക്ക് പൊള്ളി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വാളക്കാടാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വാളക്കാട് നിന്നും ആറ്റിങ്ങിലേക്ക് പോകുമ്പോൾ വലത് സൈഡിനാണ് ആച്ചീസ് തട്ടുകട. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു തട്ടുകടയിൽ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. See you.